ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പമുണ്ട്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയാണ്. ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, നമസ്കാരം. താങ്കൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഇപ്പോൾ ദുരന്ത നിവാരണം, അവിടുത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന നേരിട്ടുള്ള വിവരണങ്ങൾ പ്രകാരം ഈ റോഡ് ക്ലിയർ ചെയ്യാനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്, ജീവൻ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനമല്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഈ സമയത്തുള്ള പ്രയോറിറ്റി അത് തന്നെയാണോ? ഡോക്ടർ അരുൺ, ഈ വിഷയത്തിൽ ഞാൻ രാവിലെ പ്രതികരിച്ചിരുന്നു. അവരെ റോഡിനെ ക്ലിയർ ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ഇന്നലെ തന്നെ അവരോട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ സ്ഥലം വന്ന് സന്ദർശിച്ചിട്ട് ഒരു കാരണവശാലും രണ്ട് വശത്തു നിന്നും മണ്ണെടുത്തു മാറ്റരുത്, അങ്ങനെ മാറ്റിയാൽ നിങ്ങൾ ഈ മലയുടെ ബാക്കി ഭാഗവും കൂടി ഇടിഞ്ഞു വരുന്നത് നേരിടേണ്ടി വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരോട് GSIയുടെ കൂടി ഇൻപുട്ടിന്റെ വെളിച്ചത്തിലാണ് അവർ റോഡ് ക്ലിയർ ചെയ്തിട്ട് റോഡിൽ നിന്ന് മലയിലേക്ക് വർക്ക് ചെയ്യണം എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം. ആ ഉപദേശമാണ് ഈ സ്പെസിഫിക് ആയി ഈ ചോദ്യം ഞാൻ അവിടുത്തെ സീനിയർ കൺസൾട്ടന്റിനോട് ചോദിച്ചതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? നിങ്ങൾ ഈ കൂനയുടെ മുകളിൽ ഇതെവിടെയാണ് ഓരോ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ലൊക്കേറ്റ് ചെയ്ത് അവിടെ ഇടപെട്ടാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, GSI ഇന്നലെ വന്ന് കണ്ട് ഈ കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നാണ്. അപ്പൊ അങ്ങനെ ജിയോളജിക്കലി ഒരു ഇൻപുട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. മാത്രമല്ല ആ ടെറൈൻ, എനിക്കൊന്ന് ശേഖർ കുര്യാക്കോസിന് ചിത്രം കാണാൻ പറ്റുന്നില്ല. നമ്മൾ ആ ചിത്രം വളരെ ക്ലോസ് ആയിട്ട് പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ രണ്ട് സൈഡുകളിൽ ഏകദേശം ഒരു 3 JCBയുടെ വലുപ്പത്തിൽ മണ്ണിങ്ങനെ ഇടിഞ്ഞു കിടക്കുകയാണ് ആ ഭാഗത്ത്. അതെ അരുൺ, ഞാൻ ഈ സ്ഥലത്ത് മെയ് മാസം ആദ്യത്തെ ആഴ്ച ഉണ്ടായിരുന്നു. ഈ വഴിയിലൂടെ 3 ദിവസങ്ങളുടെ ഇടവേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ആളാണ്. ഇവിടുത്തെ ആ ധാബയിൽ നിർത്തി ഭക്ഷണം കഴിച്ച ആളാണ്. അതുകൊണ്ട് ആ സ്ഥലത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായ പേഴ്സണൽ ധാരണയുണ്ട്. കണ്ണിൽ കണ്ട സ്ഥലമാണത്. അപ്പൊ അവിടെ ഇപ്പോ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ റിവർ അത് സ്വെല്ല് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റോഡിന്റെ ഒരു ഭാഗം അത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നദിയുടെ ഭാഗത്തേക്ക് അവര് കൂടുതൽ വലിയ ഭാരമേറിയ സംഗതികൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇടിഞ്ഞു പോകും. അപ്പോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു പാത വെട്ടിയെടുത്തിട്ട് വേണം അവർക്ക് മലയുടെ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ. അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയമായി തന്നെയാണ്, അതാണ് ആദ്യം ചെയ്യേണ്ടത് നിലവിൽ. അതെ, എങ്കില് ഇത് 200 മീറ്റർ 300 മീറ്റർ നീളത്തിൽ വലിയ മൺകൂന കിടക്കുവാണ്. 65,000-70,000 ടൺ മണ്ണെങ്കിലും കാണും അത്. അതിന്റെ എല്ലാ ഭാഗത്തും എത്തണ്ടേ നമുക്ക്? ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ. ഒരു വാഹനമാണോ എന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ. ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടോ എന്നും അറിയില്ലല്ലോ. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ഉള്ളത്, ഞാൻ ഉച്ചയ്ക്ക് ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ രാവിലെ അവരെ ബന്ധപ്പെട്ടപ്പോൾ GPR ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയോട് ഈ സാധ്യത ആരായണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ ഫലം എന്നോണം ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് അവിടുത്തെ ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള കമ്മീഷണർ എന്നെ വിളിച്ചിരുന്നു. റിലീഫ് കമ്മീഷണർ വിളിച്ച് ഈ GPR എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചിരുന്നു. നമ്മൾ പണ്ട് പുത്തുമലയിൽ കൊണ്ടുവന്ന NGIയിൽ ഈ GPR ലഭ്യമാണ് എന്നുള്ള വിവരം പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരതും കൊണ്ടുവരാൻ ശ്രമിക്കുമായിരിക്കും. നമ്മൾ എന്തെങ്കിലും നിർദ്ദേശം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ ശേഖർ കുര്യാക്കോസ്? ഉണ്ട്. നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഈ മെറ്റൽ ബോഡിയുള്ള വലിയൊരു ട്രക്ക് ആയതുകൊണ്ട് ഇത് ഡിറ്റക്ട് ചെയ്യാൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിന് വളരെ പെട്ടെന്ന് പറ്റും. അപ്പോ GPRന്റെ വിനിയോഗം അവിടെ ഉണ്ടാകണം എന്ന് നമ്മൾ അങ്ങോട്ട് അറിയിച്ചിരുന്നു. അത് NDMA അറിയിച്ചിരുന്നു. അവിടുന്ന് നമ്മൾ കർണാടകത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സെക്രട്ടറിയെയും അറിയിച്ചിരുന്നു ഇതിന്റെ സാധ്യത ആരായണമെന്ന്. അപ്പൊ അവരത് ചെവിക്കൊണ്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ശേഖർ കുര്യാക്കോസ്, അങ്ങനെ ആ വീഡിയോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിലും അങ്ങ് യാത്രയിലാണെങ്കിൽ, ഞങ്ങളിപ്പോൾ ആ വാഹനത്തിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കൂടി ശേഖർ കുര്യാക്കോസിന് നൽകി. Debate with Arun Kumar.